ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എൻ്റെ പ്രിയപ്പെട്ട മലപ്പുറത്തിൻ്റെ എല്ലാ കൂട്ടുകാർക്കും റംസാൻ മുബാറക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ നല്ല രീതിയിൽ ഇബാദത്തുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് 70 ഇരട്ടി പ്രതിഫലം ലഭിക്കുന്നതാണല്ലോ. അപ്പോൾ ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ റമദാനിലെ ആദ്യ രാത്രിയാണല്ലേ. ഈ ആദ്യ രാത്രി എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രത്യേകതയുള്ളതാണ്. എന്ന് വെച്ചാൽ ഉസ്താദുമാരുടെയൊക്കെ പ്രഭാഷണങ്ങളിലൊക്കെ നിങ്ങൾ കേട്ടല്ലോ, നമ്മൾ ഈ ഒരു ആദ്യ രാത്രിയിൽ നമ്മൾ സൂറത്തുൽ ഫത്ത്ഹ് ഓതിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരുപാട് ഗുണങ്ങൾ, നമ്മൾക്ക് എല്ലാ കാര്യത്തിലും വിജയം ലഭിക്കാനൊക്കെ പറ്റിയൊരു രാത്രിയാണിത്. നമുക്ക് ഇനി ഇത് അടുത്ത വർഷം കിട്ടുമോ എന്തോ അറിയില്ല. നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആയുസ്സുണ്ടോ അതൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ ഈ ദിവസം നമ്മളെല്ലാവരും ഈ ഒരു സമയത്ത് എന്ന് വെച്ചാൽ നമ്മളുണ്ട്. അപ്പോൾ സൂറത്തുൽ ഫത്ത്ഹ് ഓതിക്കഴിഞ്ഞാൽ ഭയങ്കര പവറാണ്, ഒരുപാട് നല്ല ഇതാണെന്നൊക്കെ ഇങ്ങനെ നമ്മൾ ഓരോ ഉസ്താദന്മാരൊക്കെ പറയുന്നത് കേട്ടല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഓതണം കേട്ടോ. ആകെ 2.5 പേജ് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഈ ഒരു ഖുർആനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ വെച്ചാൽ ഇത് നമ്മളൊരു സബ്സ്ക്രൈബർ ഖത്തറിൽ നിന്നും അറബി വീട്ടിൽ ജോലി ചെയ്യുന്നൊരു സബീന ഇത്ത അവരയച്ചെന്നാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിലെ ഈ ഒരു ഇതിൽ ഖുർആൻ ഓതാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫത്ത്ഹ് സൂറത്ത് ഇൻഷാ അല്ലാഹ് അതൊന്ന് നമുക്ക് ഓതണം, എല്ലാവരും ഓതണം കേട്ടോ. ആകെ 2.5 പേജേ ഉള്ളൂ കേട്ടോ. ഇത് ഞാൻ കൂടുതൽ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ റമദാനിൽ ഇങ്ങനെ എടുക്കാമെന്നൊക്കെ എന്നുള്ള നിലക്ക് ഇങ്ങനെ എടുത്ത് വെച്ചതായിരുന്നു. പുതിയ മനോഹരമായ മുസ്ഹഫാണ് കേട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യം ആഫിയത്തൊക്കെ നൽകട്ടെ. അപ്പോൾ സൂറത്തുൽ ഫത്ത്ഹ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം, എല്ലാവർക്കും അറിയാമായിരിക്കും, എല്ലാവരും ഓതുന്നതായിരിക്കും. നമ്മൾ വിജയത്തിനൊക്കെ വേണ്ടിയിട്ട് എപ്പോഴും ഓതുന്ന സൂറത്താണല്ലോ സൂറത്തുൽ ഫത്ത്ഹ് അല്ലേ. അപ്പോൾ ഒന്നുകൂടി ഞാൻ ഒന്ന് പറഞ്ഞു തരാമെന്ന് മാത്രം. അതായത് ഫത്ത്ഹ് നമുക്ക് വിജയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യാ ഫത്താഹു യാ അല്ലാഹ്, ഞാനൊക്കെ SLC പരീക്ഷേൻ്റെ സമയത്തൊക്കെ യാ ഫത്താഹു യാ അല്ലാഹ് ഫത്താഹു യാ അല്ലാഹ് തന്നെ ഇങ്ങനെ എപ്പോഴും അത് ഉരുവിട്ടിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല വിജയമൊക്കെ നൽകിയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് നമ്മളെ സൂറത്തുൽ ഫത്ത്ഹാണ് കേട്ടോ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ സൂറത്തുൽ ഫത്ത്ഹ് എന്ന് വെച്ചാൽ എല്ലാവരും ഓതണം, എല്ലാവർക്കും അറിയുകയും ചെയ്യാം. ഇതാട്ടോ 48ാമത്തെ സൂറത്താണ്, 511ാമത്തെ പേജ് അല്ലേ. ഇത് വളരെ കുറച്ചേ ഉള്ളൂ, 2.5 പേജേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും ഇത് സമയം കിട്ടുന്നുണ്ട് ഇന്ന് തന്നെ ഓതണം. അപ്പോൾ 512ാമത്തെ പേജാണ് നമ്മൾ എടുക്കുന്നത്. എന്തായാലും എല്ലാവരും ഓതണം, എല്ലാവർക്കും എല്ലാ കാര്യത്തിലും വിജയം ലഭിക്കുവാനും ഒരുപാട് നല്ല സൗഭാഗ്യങ്ങളൊക്കെ നമുക്ക് അള്ളാഹു തരുവാനും അതുപോലെ തന്നെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ നീക്കി തരാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഇത് ഓതണം. അപ്പോൾ ഇതാട്ടോ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്ന ഫതഹ്നാ ലക ഫത്ഹം മുബീന എന്ന് പറഞ്ഞ ഈ ഒരു സൂറത്ത് എത്ര ആയത്തെന്ന് വെച്ചാൽ ഈ ഒരു പേജും മാത്രമേ ഉള്ളൂ. 29 ആയത്തുകൾ മാത്രമാണുള്ളത്. വളരെയധികം പവറുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഇൻഷാ അല്ലാഹ് അപ്പം തന്നെ ഓതട്ടോ. ഇതിൽ ഓതിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഓതിയപ്പോൾ ഈ രാത്രി തന്നെ നമ്മൾ ഓതണം. അപ്പോൾ നിങ്ങളെല്ലാവരും കഴിയുന്നത് ഇപ്പം തന്നെ ഓതിട്ട് ദുആ ചെയ്ത് നമ്മുടെ മനസ്സിലത്തെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ അള്ളാഹു തീർത്ത് തരട്ടെ. ഈ ഒരു സൂറത്ത് ഓതാൻ നിങ്ങൾ മറക്കരുത്. എന്തൊക്കെ തന്നെയായാലും എൻ്റെ പ്രിയപ്പെട്ട എല്ലാ മലപ്പുറത്തിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഞാനിത് പറഞ്ഞു തന്നെ, അറിയാത്തവർ ഒരുപാടുണ്ടാവും, അറിയണവർ ഒരുപാടുണ്ടാവും, പക്ഷെ അറിയാത്ത കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ഓതിക്കൊള്ളി. 29 ആയത്തേ ഉള്ളൂ. ഓതിക്കഴിഞ്ഞാൽ ഭയങ്കര പവറായിരിക്കും കേട്ടോ. നമുക്ക് എല്ലാ കാര്യത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയം നൽകും. അപ്പോൾ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇത് ഓതുക ഇപ്പം തന്നെ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും എല്ലാവർക്കും നല്ല രീതിയിൽ നോമ്പ് നോൽക്കുവാനൊക്കെയുള്ള ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ. നമ്മുടെ ഒരുപാട് പ്രായമായ ആളുകളുണ്ടല്ലോ, ഒരുപാട് പ്രായമായ ഉമ്മമാരും ഉപ്പമാരും, അവർക്കൊക്കെ മെഡിസിൻ കഴിക്കുന്നവരൊക്കെ ഉണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ, എൻ്റെ 72 വയസ്സുള്ള വല്യമ്മയൊക്കെ തന്നെ മെഡിസിനൊക്കെ കഴിക്കുന്നതാണ്. അത്ര നടക്കാനൊന്നും കഴിയൂല. അവരൊക്കെ നോമ്പ് നോൽക്കണ ആൾക്കാരാണ്. അവർക്കൊന്നും ഒരു പ്രശ്നവും ആരോഗ്യത്തിന് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടൊന്നും ഇല്ല. നല്ല രീതിയിൽ നോൽക്കാനുള്ള ഭാഗ്യം, 30 നോമ്പ് നോൽക്കാനുള്ള ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കട്ടെ.
ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എന്നെയും ദുആയിൽ ഉൾപ്പെടുത്തണം ഇൻഷാ അല്ലാ. അപ്പോൾ ഖുർആന് കഴിയുന്നതും ഒരു ഹത്തെങ്കിലും ഓതുവാൻ വേണ്ടി ശ്രമിക്കുക. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ സിമ്പിളാണല്ലോ അല്ലേ, നമ്മൾ വിചാരിച്ച എല്ലാം എളുപ്പമാണ്. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും റമദാനിൻ്റെ ആദ്യ രാത്രിയിൽ ഞാൻ പറഞ്ഞ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു മനസ്സത്തെ ആഗ്രഹം. അപ്പോൾ എല്ലാവരും ഇൻഷാ അല്ലാ ചെയ്യട്ടോ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.